നമസ്കാരം. ഒരു ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. PMJUG എന്ന് പറയുന്നത് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീം കൂടിയാണ്. നമ്മുടെ ST വില്ലേജുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ വൾണറബിൾ സെക്ഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ടോപ്പിക് സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്നലെ ബേസിക്കലി നമുക്കറിയാം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. അപ്പോൾ സ്വച്ഛ് ഭാരത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന തന്നെ ഗാന്ധി ജയന്തി അല്ലെങ്കിൽ ഗാന്ധിജിയുമായിട്ടുള്ള കൺസെപ്റ്റ് ബേസിക്കലി ഉണ്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു 2014 ശരിക്കും പറഞ്ഞാൽ സ്വച്ഛ് ഭാരത് മിഷൻ നമ്മൾ ഫസ്റ്റ് ഫേസ് ലോഞ്ച് ചെയ്യുന്നു. അന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന 2019 ആകുമ്പോഴേക്കും 2019 എന്ന് പറയുമ്പോഴേക്കും ഗാന്ധിജിയുടെ ഈ പറഞ്ഞ 150th ബർത്ത് ആനിവേഴ്സറി ആണ്. അപ്പൊ ആ ഒരു ഡേറ്റിൽ നമ്മൾ അതിന്റെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ലക്ഷ്യമൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നലെ ഗാന്ധി ജയന്തിയാണ്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാടുകളിലും. അപ്പൊ അതിനൊക്കെ ഭാഗമായിട്ട് സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു അപ്ഡേഷൻ ഈ പറഞ്ഞ പോലെ വാർത്തകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് സ്കീമുകൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തെ ഒരു ടോപ്പിക്ക് അതൊരു ചെറിയൊരു ഡേറ്റ ആർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് റെയിൽവേ ആക്സിഡന്റുകൾ ഓവർ ദ പാസ്റ്റ് 5 years ഇന്ത്യയിൽ നടന്ന റെയിൽവേ ആക്സിഡന്റുകളുടെ ഒരു കണക്കാണ് ബേസിക്കലി ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻലി പഠിക്കാനായിട്ടുള്ളൂ. ആ ഒരു ടോപ്പിക്ക് നമുക്ക് എവിടെയാണ് ഉപയോഗിക്കാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള പെർസ്പെക്റ്റീവില് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എക്കണോമിക്സിന് തന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ റെയിൽവേ സെക്ടർ എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു സബ്ജക്ട് ആണ്. അവിടങ്ങളിലും വർദ്ധിച്ചു വരുന്ന റെയിൽവേ ആക്സിഡന്റുകളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കോട്ട് ചെയ്യാൻ പറ്റും. ഈതർ ഇൻട്രൊഡക്ഷനകത്തോ അല്ലെങ്കിൽ ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും റെയിൽവേ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ ഡാറ്റ തന്നെയാണിത്. നമ്മൾ ആ ഒരു വാർത്ത ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ആ പോയിന്റുകൾക്ക് നമുക്ക് അങ്ങനെ കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു റിലവൻസ് ആണ് ബേസിക്കലി മൂന്നാമത്തെ ആർട്ടിക്കിൾ ഉള്ളത്. അത് മിനിസ്ട്രിയുടെ ഒരു അനൗൺസ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവിലും പിന്നെ അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഇൻഫ്രാസ്ട്രക്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ നാലാമത്തെ ടോപ്പിക്ക് നമ്മളിപ്പോൾ റീസെന്റ് പറഞ്ഞ പോലെ ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ നടക്കുന്നതൊക്കെ നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ജമ്മു ആൻഡ് കാശ്മീർ നമുക്കറിയാം പണ്ട് ഒറ്റ സംസ്ഥാനമായിട്ട് നിന്നിട്ടിരുന്നത് നമ്മളതിനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബൈഫോക്കേറ്റ് ചെയ്തു. 2 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ബൈഫോക്കേറ്റ് ചെയ്തു. ഒന്ന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പദവി കൊടുത്തു. അവിടേക്കാണ് ഇപ്പോൾ റീസെന്റ് ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തത്. രണ്ടാമത്തെ യൂണിയൻ ടെറിട്ടറി ആയിരുന്നു നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ലഡാക്ക് എന്നുള്ള ആ യൂണിയൻ ടെറിട്ടറിക്ക് അവർക്ക് സ്വയംഭരണാധികാരം വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം. അത് എയ്തർ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ 5 അല്ലെങ്കിൽ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തി അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ലഡാക്കിലെ ആളുകളൊക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5th-6th ഷെഡ്യൂൾസ് എന്താണെന്നുള്ളത് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അത് പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവില് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 4 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എന്ന് പറയുവാണെങ്കിൽ ഇതിൽ ആദ്യത്തെ 3 കൃത്യമായിട്ടും ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്. ഫോർത്ത് വണ്ണാണ് ടു ആൻ എക്സ്റ്റെന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് റിലേറ്റഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ ഈ ടോപ്പിക്കുകളെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഒരു MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇതാണ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. പാക്കേജ് ലോഞ്ച് ഫോർ സ്കീം സാച്ചുറേഷൻ ഇൻ ST മജോറിറ്റി വില്ലേജസ് എന്നുള്ളതാണ് ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ആർട്ടിക്കിൾ എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ലെഫ്റ്റ് സൈഡിലെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. PM ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ആക്ച്വലി ഈ സ്കീമിന്റെ ഷോർട്ട് ഫോം ആണ് PMJUGA എന്ന് പറയുകയാണെങ്കിൽ PM പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ മീൻസ് ആ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട വരും. നമുക്ക് മെയിൻലി പഠിക്കാനായിട്ടുള്ളതും ആ സ്കീം തന്നെയാണ്. ഓർക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ സ്കീം എന്ന് പറയുന്നത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ST വില്ലേജുകൾ ഷെഡ്യൂൾഡ് ട്രൈബ് വില്ലേജുകളുടെ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു സ്കീമിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കീമുകൾ പഠിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണമെന്ന് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതിന്റെ ഫണ്ടിങ് പാറ്റേൺ അറിഞ്ഞിരിക്കണം. ഫണ്ടിങ് പാറ്റേൺ കംപ്ലീറ്റ്ലി ഫണ്ട് ഗവൺമെന്റ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് വഹിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കീം അറിയപ്പെടുന്ന സെൻട്രൽ സെക്ടർ സ്കീം എന്നായിരിക്കും. എന്നാൽ ഫണ്ടിങ് സെൻട്രൽ ഗവൺമെന്റും അത് നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലൊരു ഷെയർഡ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകളായിരിക്കും സെൻട്രലി സ്പോൺസേഡ്. അത് പല കാറ്റഗറിയിൽ വരാം. ഒന്നെങ്കിൽ 60:40. 60:40 ആണെങ്കിൽ 60% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ്, 40 സ്റ്റേറ്റ് ഗവൺമെന്റ്, കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റ്. 90:10 ആണെങ്കിൽ 90% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ്, 10% കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. ഇത് PM ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ ബേസിക്കലി ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. വിച്ച് മീൻസ് സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും ഒരു പാർട്ടിസിപ്പേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, വെൽഫെയർ ഓഫ് ട്രൈബൽ ഫാമിലീസ് ഇൻ ട്രൈബൽ മജോറിറ്റി വില്ലേജസ്. ST വില്ലേജുകളിലെ ട്രൈബൽ ഫാമിലീസിന്റെ ഉന്നമനമാണ്, വെൽഫെയർ ആണ് ഈ ഒരു സ്കീമിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇത് അറിയുമ്പോൾ ചെറിയൊരു കണക്കുകൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏകദേശം ലാസ്റ്റ് നമ്മുടെ ഒഫീഷ്യൽ സെൻസസ് 2011 സെൻസസ് ആണ്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ST പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.42 കോടി ജനസംഖ്യയാണ്. മൊത്തം പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 8.6% വരും. കൺസിസ്റ്റിംഗ് ഓഫ് ഓവർ 705 ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. 705 ട്രൈബൽ കമ്മ്യൂണിറ്റീസിലൂടെ 10.42 കോടി ജനങ്ങളാണ് ST വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ
നാട്ടിലുള്ളത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. സോ ഇവരുടെ ഈ ഒരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ പറയുവാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ഗ്യാപ്പുകൾ നമ്മുടെ നാട്ടിൽ നേരിടുന്നുണ്ട്. ഈതർ അത് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാകാം. കാരണം നമ്മുടെ നാട്ടിലുള്ള ട്രൈബൽ വില്ലേജുകളിൽ പലയിടത്തും കണക്ടിവിറ്റി പോലും എത്തുന്നില്ല. ആ കണക്ടിവിറ്റി എന്ന് പറയുമ്പോഴേക്കും റോഡ് വൈസ് ആയിട്ടുള്ള കണക്ടിവിറ്റി ആകാം, ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റി ആകാം. ഈ രീതിയിലുള്ള കണക്ടിവിറ്റി പോലും എത്താത്ത പല ട്രൈബൽ വില്ലേജസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് പോലും എന്തെങ്കിലും പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഇല്ലാത്ത കാരണം അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ആരോഗ്യത്തിനെ അത് കൃത്യമായിട്ടും ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ ലൈഫിനെ കൃത്യമായിട്ട് അത് ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള മേഖലയിലുള്ള ക്രിട്ടിക്കൽ ഗ്യാപ്പുകളെ അഡ്രസ് ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് ഈ ഒരു പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നുള്ള ഒരു സ്കീം ബേസിക്കലി ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഭാഗമായിട്ട് നടപ്പാക്കുന്ന മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആയിരിക്കും ഈ ഒരു സ്കീമിന്റെ ആ ഒരു മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ ഇതിനോട് തന്നെ സാമ്യം വരുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് ഇത്. നമ്മൾ ഓൾറെഡി തന്നെ കണ്ടതാണ്. ഷെഡ്യൂൾ ട്രൈബ്സിന്റെ പോപ്പുലേഷൻ ഞാൻ പറഞ്ഞു, സെൻസസ് 2011 8.6 ഉണ്ട്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കാം, ഇവിടെ ഓവറോൾ പറയുവാണെങ്കിൽ 705 730 ആ രീതിയിലേക്ക് ട്രൈബ്സിന്റെ എണ്ണം പോകും. ഈ തരത്തിലുള്ള ട്രൈബുകളെ നോട്ടിഫൈ ചെയ്യാനുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നമ്പർ 342 342 കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ പ്രകാരമാണ് ഷെഡ്യൂൾഡ് ട്രൈബുകളെ നമ്മൾ നോട്ടിഫൈ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ, മറന്നു പോയേക്കരുത്. ഇനി ട്രൈബൽ വിഭാഗത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. ബിക്കോസ് ഇതിന് ആ പേര് കൊടുക്കാൻ തന്നെ കാരണം നമുക്ക് ആ പേര് ആലോചിച്ച് കഴിഞ്ഞാൽ ദേ ആർ വൾണറബിൾ മീൻസ് അവരുടെ ഒന്നെങ്കിൽ പോപ്പുലേഷൻ നമ്പർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇവരെന്ന് പറയുമ്പോഴേക്കും പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ ഒരു ഭാഷയൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. അത് പൊതുവിൽ മറ്റാരും സംസാരിക്കാത്തവരായിരിക്കും. ഈ ഭാഷ ഇവരുടെ ഉള്ളിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ഈ ഗ്രൂപ്പിന്റെ അവസാനത്തോട് ചിലപ്പോൾ ആ ഭാഷയെ മഞ്ഞിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എക്കത്താൽ ഇത്തരം പ്രാധാന്യത്തിൽ ഏർപ്പെടുന്ന ട്രൈബൽ വിഭാഗങ്ങളെ വിളിക്കുന്നവരാണ് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് PVTGs. നിലവിൽ ഈ 705 അല്ലെങ്കിൽ 730ഓളം ഷെഡ്യൂൾ ട്രൈബുകളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ 75 എണ്ണമാണ് PVTGs ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. 75 ട്രൈബുകളും പർട്ടിക്കുലർലി വൾണറബിൾ കാറ്റഗറിയിൽ വരുന്നവയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്താണ്. ഒഡീഷയിലാണ് കൂടുതലും PVTG കമ്മ്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കാം. ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആരാണ്? ബില്ലാണ്. ബിൽ എന്നുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് ലാസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്, ഫോളോ ബൈ ഗോണ്ട്. ഇവരാണ് പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പുകൾ. എന്നാൽ ഹയസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് സെൻസസ് 2011 വരെ ഹയസ്റ്റ് ട്രൈബൽ പോപ്പുലേഷൻ ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണെന്നുള്ള കാര്യം കൂടി മറക്കാതെ എന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്രധാനമന്ത്രി ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ, അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സ്കീം പോലെ തന്നെ ഇച്ചിരി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്ന മറ്റൊരു സ്കീമാണ് PM ജന്മൻ എന്നുള്ള സ്കീം. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. PM ജന്മൻ എന്ന് പറയുമ്പോഴേക്കും ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഉന്നമനത്തിനായിട്ട് കൊണ്ടുവന്ന നമ്മൾ തൊട്ട് മുമ്പ് കണ്ട PM ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ വില്ലേജുകളുടെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ജന്മൻ എന്ന് പറയുന്ന സ്കീം ഉദ്ദേശിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ മീൻസ് എസ്പെഷ്യലി ട്രൈബൽ ആളുകളുടെ ഈ പറഞ്ഞ പോലെ ഉന്നമനമാണ് മെയിൻലി ലക്ഷ്യം വെക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്കീം ആക്ച്വലി ഇവിടെ സർക്കാർ ട്രൈബൽ പോപ്പുലേഷന് വേണ്ടിയിട്ട് നടപ്പാക്കിയിട്ടുള്ള പലവിധ സ്കീമുകളെയും കൂടെ ചേർത്തിട്ട് ഒറ്റ കുടക്കീഴിൽ കിട്ടുക ഒരു അംബ്രല സ്കീമായിട്ട് നടപ്പാക്കുന്നതാണ് PM ജന്മൻ എന്ന് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ 11ഓളം ഈ പറഞ്ഞ പോലെ പ്രൊജക്ടുകൾ ദാറ്റ് ഓവർസീൻ ബൈ 9 മിനിസ്ട്രീസ്, 9ഓളം മിനിസ്ട്രികൾ ഈ പറഞ്ഞ പോലെ നേരിട്ട് നടത്തുന്ന 11ഓളം പ്രൊജക്ടുകളാണ് ഈ ഒരു PM ജന്മൻ സ്കീമിൽ ഉൾപ്പെട്ട് ഇവിടെ നടപ്പാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ PM ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ ആ സ്കീം ഓർക്കണം, ഈ ഒരു PM ജന്മൻ സ്കീം ഒന്ന് ഓർത്തിരുന്നേക്കാം. രണ്ടും സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ആദ്യം പറഞ്ഞ വില്ലേജസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇത് കമ്മ്യൂണിറ്റീസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ടും സെയിം മിനിസ്ട്രി പറഞ്ഞ ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ് അതും റൺ ചെയ്യുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ ആ ട്രൈബൽ പോപ്പുലേഷന്റെ ആ ഒരു കണക്കുകളും കൂടെ ഓർത്തിരിക്കുകയാണെങ്കിൽ മെയിൻസിലേക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ കണക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സ്വച്ഛ് ഭാരത് അഭിയാനാണ്. മോദി സേസ് ടോയ്ലറ്റ് കവറേജ് റീച്ച് 100% ആഫ്റ്റർ ദ ലോഞ്ച് ഓഫ് സ്വച്ഛ് ഭാരത് മിഷൻ. നമ്മൾ സ്വച്ഛ് ഭാരത് മിഷൻ ഇപ്പോൾ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ വർഷം പറയുകയാണെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ 10th ആനുവൽ ഇയറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കെയർ എടുത്ത് നോക്കിയിരിക്കാം. മേ ബി പോസിബിലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം 10 വർഷം ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു എന്താ പറയുക ആനുവൽ ഇയറും കൂടിയാണ്, 10th ആനുവൽ ഇയർ ആണ്. ഓക്കെ, സോ ഇവിടെ വന്നപ്പോഴേക്കും ഈ 10 വർഷം കൊണ്ട് 100% നമുക്ക് ടോയ്ലറ്റ് കവറേജ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ നമ്മൾ ആ 10th ഇയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. നമ്മൾ സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തതാണ് October 2, 2014 ലോഞ്ച് ചെയ്തത്.
ഇതിന് ആക്ച്വലി രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണ മേഖലകളിലേക്കുള്ള അതിന്റെ ഒരു വിങ്ങും, രണ്ടാമതായിട്ട് വിങ്ങും ഒന്ന് ഗ്രാമീണ മേഖലയാണ് ഓട്ടോമാറ്റിക്, രണ്ടാമത്തെ വിങ് എന്ന് പറയുന്നത് നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അപ്പം സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണമുണ്ട്, രണ്ടാമത്തെ വിങ് എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ അർബനുമാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ രണ്ട് വിങ്ങും മേൽനോട്ടം വഹിക്കുന്ന രണ്ട് സെപ്പറേറ്റ് മിനിസ്ട്രികളാണ്. സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ഈ പറഞ്ഞ പോലെ മേൽനോട്ടം വഹിക്കുന്ന മിനിസ്ട്രി ഓഫ് ജൽശക്തിയും, സ്വച്ഛ് ഭാരത് മിഷൻ അർബന് മേൽനോട്ടം വഹിക്കുന്നവരാണ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും ആണ്. ആ കാര്യം മറന്നേക്കരുത്, കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം. ഓക്കെ, ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മളിതിന് രണ്ട് ഫേസ് ഉണ്ടായിരുന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ഫേസ് 2019 കഴിഞ്ഞു, അതിനുശേഷം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സെക്കൻഡ് ഫേസ് ആണ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ഇവിടെയുള്ള വില്ലേജസിനെയും ഗ്രാമപഞ്ചായത്തുകളെയും ഡിസ്ട്രിക്റ്റുകളെയും സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനുള്ള എല്ലാം തന്നെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ബൈ 2019 October 2. അതിനെയാണ് ഞാൻ പ്രത്യേക തുടക്കത്തിലേ പറഞ്ഞത്, ഗാന്ധിജിയുടെ 150ാമത് ബർത്ത് ആനിവേഴ്സറിയുടെ ഒരു ആഘോഷമാണെന്നുള്ളൊരു കാര്യം. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഫേസ് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയതിന്റെ ഭാഗമായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് 2021 ഇതിന്റെ സെക്കൻഡ് ഫേസും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെക്കൻഡ് ഫേസിൽ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തത് ബേസിക്കലി ഉദ്ദേശിക്കുന്ന ക്ലിയറിംഗ് അറൌണ്ട് 2400 ലെഗസി ലാൻഡ് ഫിൽ സൈറ്റുകൾ. ലാൻഡ് ഫില്ലുകൾ ഒരുപക്ഷെ നമ്മൾ ഈ നഗരങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും കണ്ടിട്ടുണ്ടാവും. അവിടങ്ങളിലും വേസ്റ്റിന്റെ കൂമ്പാരങ്ങൾ നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എറണാകുളം മാത്രമല്ല, എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ എറണാകുളത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും കാണാൻ സാധിക്കും. അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ വേസ്റ്റുകൾ, അതിപ്പം എന്താ പറയാ, ഓരോ ഇടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന വേസ്റ്റുകളൊക്കെ കൂന കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഹസാർഡസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള ഏരിയാസ്, ലാൻഡ് ഫിൽ സൈറ്റുകളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏകദേശം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന 2400ഓളം അതുപോലത്തെ സൈറ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ 2025-26 കാലഘട്ടത്തിനുള്ളിൽ തന്നെ എല്ലാം തന്നെ ക്ലീൻ ആക്കണം എന്നുള്ള ലക്ഷ്യമാണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ 2.0 പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടാർഗറ്റ് ഡേറ്റ് 2025-26 കാലഘട്ടമാണ്. ഇത്രയും പോയിന്റ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു അപ്ഡേറ്റഡ് ന്യൂസ് ആണ്. ഈ പറഞ്ഞ പോലെ അതിന്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഉദ്ദേശിച്ച ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്നുള്ളത് നടപ്പാക്കാനായിട്ട് സാധിച്ചു. അതാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. 100% നമുക്ക് ടോയ്ലറ്റ് കവറേജ് കൊണ്ടുവരാൻ സാധിച്ചു. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആക്കി നമ്മൾ മാറ്റി എന്നുള്ള ലക്ഷ്യം ഇതിലൂടെ വന്നിരിക്കുന്നുള്ളത് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യൽ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. എനിവേ അത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിൾ. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞ ഒരു ക്ലിംസിന്റെ ഉപരി ജസ്റ്റ് ഒരു ഡേറ്റയുടെ ഒരു ആവശ്യം, ഒരു കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിലുള്ളത്. അതായത് ഇവിടെ കണ്ടോ, 200 മേജർ റെയിൽവേ ആക്സിഡന്റ്സ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ് 5 years. ഈ കഴിഞ്ഞ 5 വർഷം, അതായത് 2019-20 ഫിനാൻഷ്യൽ തൊട്ടിട്ട് 2023-24 കാലഘട്ടം വരെ ഉള്ള 5 വർഷ കാലയളവിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, മേജർ ആക്സിഡന്റുകളാണ് 200 എണ്ണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്? 351 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്ന കാര്യം ഓർക്കാം. അപ്പൊ ഈ പോയിന്റ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കറണ്ട് അഫയറിന് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതി വെച്ചേക്കാം. പിന്നീട് മെയിൻസിന് ആവശ്യം വരിക, അല്ലാതെ ഈ പോയിന്റ് പ്രിലിംസിന് ഒരിക്കലും ആവശ്യം വരില്ല, മെയിൻസിന് നമുക്ക് ആവശ്യം വരും. അവിടങ്ങളിൽ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേയിലെ സേഫ്റ്റിയുടെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങളിനകത്ത് ഈ പോയിന്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ബിക്കോസ് റെയിൽവേ ആക്സിഡന്റുകൾ 200 എണ്ണമാണ് ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് 200 മേജർ ആക്സിഡന്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു വർഷമുള്ള 364 ദിവസമാണ്. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ ആക്സിഡന്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അത്രത്തോളം നമ്മുടെ റെയിൽവേയിലെ സിഗ്നലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സേഫ്റ്റി വീക്ക് ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. അത് ഈ പറഞ്ഞ സോൺ വൈസ് ഉള്ള കാറ്റഗറി ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ സോൺ വൈസ് ഇല്ലെങ്കിലും ആ മേജർ എന്നുള്ളത് ഓർത്തിരിക്കുക. 200 മേജർ ആക്സിഡന്റുകളാണ് 5 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. 351 പേര് ഇതിൽ ഉൾപ്പെട്ട് മരണമടഞ്ഞു എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ റെയിൽവേയുടെ സേഫ്റ്റിയാണ് ഇതിലൂടെ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ കവച് എന്നുള്ള ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് വന്നത്. ആ റെയിൽവേ ആക്സിഡന്റുകളൊക്കെ റീസെന്റ് ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ കവച് എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. റെയിൽവേയിൽ ഈ പറഞ്ഞ ആക്സിഡന്റുകൾ കുറയ്ക്കാനായിട്ട് റെയിൽവേ ലോക്കോസിൽ ഈ പറഞ്ഞ പോലെ ഘടിപ്പിക്കുന്ന ഒരു സേഫ്റ്റി സിസ്റ്റമാണ് കവച് എന്നുള്ളത്. ഇപ്പൊ നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ചില സെക്ടറുകൾ മാത്രമേ കവച് എന്നുള്ള സിസ്റ്റം റൺ ചെയ്യുന്നുള്ളൂ. അത് ത്രൂ ഔട്ട് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആക്കണം. ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഓടുന്ന റെയിൽവേസിലെല്ലാം തന്നെ അത് ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ സജസ്റ്റ് ചെയ്യേണ്ടതെന്നൊരു കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അത്രയുള്ള ആ ഡേറ്റ ഒന്ന് പറയാനായിട്ട് വെച്ചിരുന്ന ആർട്ടിക്കിൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ആർട്ടിക്കിൾ വരുന്നത്. വാട്ട് സ്പെഷ്യൽ സ്റ്റാറ്റസ് ലഡാക്ക് സീക്കിംഗ് എന്നുള്ളതാണ്. ലഡാക്കിൽ ഇപ്പൊ യൂണിയൻ ടെറിട്ടറി മാറി, പക്ഷെ അവർക്കിപ്പം 5th or 6th ഷെഡ്യൂളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽപ്പെടുത്തി ലഡാക്കിന് കൂടുതൽ ഓട്ടോണമസ് പവർ നൽകണം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിച്ചിരിക്കേണ്ടത് എന്താണ് 5th, 6th ഷെഡ്യൂൾ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ തൊട്ടും പറഞ്ഞില്ലേ, 5th, 6th ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ പവർ സംസ്ഥാനങ്ങളാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെയുള്ള യൂണിയൻ ടെറിട്ടറീസ് ആകാം, അവയ്ക്ക് ഒരു എക്സ്ട്രാ പവർ കൊടുക്കുന്ന ഒരു വകുപ്പുകളാണ് 5th-നകത്തും 6th-നകത്തും നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയാം.
പറയാറുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഫെഡറലിസം അല്ല നമ്മളിവിടെ കാണുന്നത്, ഒരു യൂണിഫോം ഫെഡറലിസം അല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ കാണുന്നത് എന്തുതരം ഫെഡറലിസമാണ്? അസിമെട്രിക്കൽ ആയിട്ടുള്ള ഫെഡറലിസമാണ്. അസിമെട്രിക്കൽ ഫെഡറലിസം എന്ന് പറയുമ്പോഴേക്കും ഫെഡറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എന്നാൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പവർ ഒന്നെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള കാര്യത്തിലാണ് നമ്മൾ അസിമെട്രിക്കൽ ഫെഡറലിസം പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതലും അതിനുള്ള പവർ ആർക്കാണുള്ളത്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെവൻത് ഷെഡ്യൂളിനകത്ത് 3 ലിസ്റ്റുകൾ ഉണ്ടല്ലോ. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് എക്സ്ക്ലൂസീവ്ലി നിർമ്മിക്കാൻ പറ്റുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് മാത്രമാണ്. കൺകറന്റ് ലിസ്റ്റിനകത്ത് നിർമ്മിക്കാം, എന്നാൽ കൺകറന്റ് നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ പാർലമെന്റിനും വേണമെങ്കിൽ നിയമം നിർമ്മിക്കാം. പാർലമെന്റിനും അവിടെ നിയമം നിർമ്മിക്കുവാണെങ്കിൽ ആരുടെ നിയമമായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്? പാർലമെന്റിന്റെയാണ് ഒരു പരിധിവരെ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് ഫോർ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രലാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരത്തിൽ പോലും ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്. അതുകൊണ്ട് അതൊരു ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാം. അതുകൂടാണ്ട് ഇവിടെ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 371 പ്രകാരം പ്രത്യേകമായിട്ടുള്ള പരിഗണന നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴും അതും ഈ പറഞ്ഞ പോലെ ഇവിടെ ആ പവേഴ്സ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എൻജോയ് ചെയ്യുന്നില്ല. ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അവിടെയും നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? അസിമെട്രിക്കൽ ആയിട്ടുള്ള ഫെഡറലിസം ആണ് കാണുന്നത്. അപ്പം ഇന്ത്യയിലെ അസിമെട്രിക്കൽ ഫെഡറലിസം എന്ന് പറയുമ്പോഴേക്കും പവറുകൾ അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നതിനെയാണ് നമ്മൾ അസിമെട്രിക്കൽ ഫെഡറേഷൻ. ആ ഡിവിഷൻ പൊളിറ്റിക്കലിന്റെ പേരിലാകാം, അഡ്മിനിസ്ട്രേഷൻ ആകാം, ഫിസിക്കൽ മാനേജ്മെന്റ് ഒക്കെ തന്നെ പേരിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അസിമെട്രിക്കൽ ഫെഡറലിസം ഇന്ത്യയിൽ 2 രീതിയിലുണ്ട്. വെർട്ടിക്കൽ അസിമെട്രി. ഈ വെർട്ടിക്കൽ അസിമെട്രിയാണ് സെൻട്രലും താഴെ സ്റ്റേറ്റുകളും തമ്മിലുള്ള പ്രശ്നം. കാരണം ഇന്ത്യയിൽ നമ്മൾ സെൻട്രലാണ് കൂടുതൽ സ്ട്രോങ്. വി ആർ ഹാവിംഗ് എ സ്ട്രോങ് സെന്റർ എന്നുള്ളതാണ് പറയപ്പെടേണ്ടത്. അതിനകത്ത് ഈ വെർട്ടിക്കൽ അസിമെട്രി ചൂണ്ടിക്കാണിക്കുന്ന ആർട്ടിക്കിൾ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ആർട്ടിക്കിൾ 3 ഇത് പ്രകാരം സെൻട്രൽ ക്യാൻ യൂണിലാറ്ററലി ഓൾട്ടർ ദ സ്റ്റേറ്റ് നെയിംസ് ആൻഡ് ബൗണ്ടറീസ്. സ്റ്റേറ്റിന്റെ പേരും ബൗണ്ടറികളും ഓൾട്ടർ ചെയ്യാനുള്ള യൂണിലാറ്ററൽ അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. പിന്നെ അതേപോലെ ആർട്ടിക്കിൾ 352, 356 എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 352 നാഷണൽ എമർജൻസി, 356 പ്രസിഡന്റ് റൂൾ. ഈ സമയങ്ങളിലൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ അധികാരം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ സമയങ്ങളിൽ, എമർജൻസിയുടെ സമയങ്ങളിൽ സ്റ്റേറ്റിന്റെ അധികാരങ്ങളൊക്കെ കുറെയൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെൻട്രൽ ബിക്കംസ് മോർ ആൻഡ് മോർ പവർഫുൾ ഡ്യൂറിംഗ് ദാറ്റ് ടൈംസ്. ദെൻ ആർട്ടിക്കിൾ 248 എന്ന് പറയുമ്പോഴേക്കും റെസിഡ്യൂറി പവറുകളെ സംബന്ധിച്ചിരിക്കുന്നത്, അതായത് സെൻട്രൽ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, മീൻസ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയിൽ മൂന്നിനും ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവ ചെന്ന് വീഴുന്നതാണ് റെസിഡ്യൂറി പവർ. ഈ റെസിഡ്യൂറി ലിസ്റ്റിന് ഉൾപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് നിയമം നിർമ്മിക്കാൻ ആർക്ക് അധികാരമുള്ളത്? പാർലമെന്റിനാണ്. മീൻസ് സെൻട്രൽ ഗവൺമെന്റിൽ പാർലമെന്റാണ് ഉള്ളത്. അതാണ് ആർട്ടിക്കിൾ 242 പറയുന്നത്. അപ്പൊ ഇവിടങ്ങളിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ഒരു ഫെഡറലിസത്തിനകത്ത് വെർട്ടിക്കൽ അസിമെട്രിയും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഹൊറിസോണ്ടൽ അസിമെട്രിയാണ്. ഇവിടെ ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തേക്കാൾ കൂടുതൽ അധികാരം ഡിറൈവ് ചെയ്യുന്നു എന്നുള്ള പോയിന്റ്. അതിനകത്താണ് നമ്മൾ നോക്കുമ്പോൾ ഷെഡ്യൂൾ 4 നോക്കിയാൽ, ഷെഡ്യൂൾ 4 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? രാജ്യസഭയിലെ സീറ്റുകളുടെ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജ്യസഭയിലേക്ക് ഈക്വൽ റെപ്രസെന്റേഷൻ ആണോ ഉള്ളത്? ഈക്വൽ റെപ്രസെന്റേഷൻ ആണോ? അല്ല. ചില സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ കൂടുതൽ സീറ്റുകളുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ കുറച്ച് സീറ്റുകൾ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയുവാണെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 31 സീറ്റുകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ അതേ സാഹചര്യത്തിൽ അരുണാചൽ പ്രദേശിലായിക്കോട്ടെ ഒരൊറ്റ സീറ്റേ ഉള്ളൂ രാജ്യസഭയിലേക്ക്. അപ്പൊ ഇങ്ങനെ സീറ്റുകളുടെ കാര്യത്തിൽ വേർതിരിവുള്ളൂ. ഇറ്റ് മീൻസ് അൺഈക്വൽ റെപ്രസെന്റേഷൻ രാജ്യസഭയാണ്. അത് ഷെഡ്യൂൾ 4 പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അസിമെട്രിയാണ്. ദെൻ ഷെഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 5ഉം 6ഉം ആണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട. അതുകൊണ്ട് ആർട്ടിക്കിൾ 371 കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ 5ഉം 6ഉം എക്സ്പ്ലെയിൻ ചെയ്യാം. ആർട്ടിക്കിൾ 371 പറയുമ്പോഴേക്കും സംസ്ഥാനങ്ങൾക്ക് നമ്മൾ പ്രത്യേകമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നതാണ് 371. ഈ 371 എ മുതൽ ജെ വരെയുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അതിലൂടെ അധികാരം കിട്ടിയിരിക്കുന്ന ചില സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ പ്രത്യേകമായ പരിഗണന ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ സംസ്ഥാനങ്ങളെ പ്രത്യേകമായിട്ടൊക്കെ തന്നെ പരിഗണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും അപ്പാർട്ട് ഫ്രം ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞതിന് ഉപരിയായിട്ടൊക്കെ ചിലപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ഇനി ഷെഡ്യൂൾഡ് 5ഉം 6ഉം ട്രൈബൽ ഏരിയാസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇതിൽ ഷെഡ്യൂൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഷെഡ്യൂൾഡ് ട്രൈബുകളെ, മീൻസ് ഷെഡ്യൂൾഡ് ഏരിയകളെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ആസ് വെൽ ആസ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസൈഡിംഗ് ഇൻ ഇറ്റ്സ്, അതായത് രണ്ടും ഷെഡ്യൂൾഡ് ഏരിയസുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ട്രൈബൽ ഏരിയസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതിൽ ഷെഡ്യൂൾ 5 ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എനി സ്റ്റേറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസൈഡിംഗ് ഇൻ എനി സ്റ്റേറ്റ്സ് അതർ ദാൻ ദോസ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഒഴികെ ബാക്കി ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞ പോലെ
ട്രൈബൽ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായിട്ടും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഏരിയാസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഏരിയ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടുന്നതാണ് ഇവിടെ ഷെഡ്യൂൾഡ് 5 പ്രകാരം. ഓർക്കണം, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഒഴികെയുള്ള ഇന്ത്യയിലെ വേറെ എന്തെങ്കിലും പ്രദേശങ്ങളിൽ ഷെഡ്യൂൾഡ് ട്രൈബുകൾ ഉണ്ട്. അവയെ കൃത്യമായിട്ടും പ്രൊട്ടക്ട് ചെയ്യണം, അവയെ റെഗുലേറ്റ് ചെയ്യണം, മീൻസ് അവയെ കൺട്രോൾ ചെയ്യണം, അഡ്മിനിസ്റ്റർ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ആ പ്രദേശത്തിനെ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം? 5th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്യാം. എന്നാൽ ഈ പറഞ്ഞ 4 സംസ്ഥാനങ്ങൾ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഷെഡ്യൂൾഡ് ഏരിയാസ് ആണെങ്കിൽ അവയെ ഭരണം നടത്താനായിട്ടുള്ള ഷെഡ്യൂളാണ് 6th ഷെഡ്യൂൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പലതവണ പ്രിലിംസിന് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കാണാറുള്ളതാണ്. അപ്പൊ 6th ഷെഡ്യൂളാണ് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങൾക്കുള്ളതും. ഈ സംസ്ഥാനങ്ങൾ ഒഴികെ വേറെ ഏതെങ്കിലും പ്രദേശങ്ങൾ ട്രൈബൽ ഏരിയാസിലെ ട്രൈബൽസ് ഉണ്ടെങ്കിൽ അവരുടെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളാണ് 5th ഷെഡ്യൂൾ എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇവിടെ നിലവിലെ ലഡാക്ക് ആവശ്യപ്പെടുന്ന അവർക്ക് 5th എങ്കിലും മതി എന്നാണ് അറിയപ്പെടുന്നത്. മീൻസ് 5th ഓ 6th ആയിട്ട് അറ്റ്ലീസ്റ്റ് 5th അവർക്കൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കിട്ടിയാൽ മതി എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ 2 ഷെഡ്യൂളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അധികാരം കിട്ടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ഏരിയക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന 6th ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടുത്തെ ഭരണത്തിനൊക്കെ കുറേം കൂടെ പ്രത്യേകമായിട്ടുള്ള അധികാരം കിട്ടും. അതാണ് 5th കൂടുതൽ അധികാരം കിട്ടുന്ന 6th. പക്ഷെ ഇപ്പം ലഡാക്ക് പറഞ്ഞിട്ട് അവർക്ക് അതിനെങ്കിലും മതി, 5th മതി എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റീസെന്റ് അരുണാചൽ പ്രദേശും മണിപ്പൂരും 6th ഷെഡ്യൂളിൽ അവർക്ക് പ്രാധാന്യം നൽകണം എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ 6th ഷെഡ്യൂളിനകത്തുണ്ട്. എങ്കിൽ അരുണാചൽ പ്രദേശിനും മണിപ്പൂരിനും ആ 6th ഷെഡ്യൂളിൽ വേണമെന്ന് നിലവിൽ ഇപ്പോൾ അവർ രണ്ടുപേരും ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഓർത്തിരിക്കുക, എക്സാമ്പിൾ ആയിട്ട് 2 പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കുറച്ച് പോയിന്റുകൾ കാണാൻ സാധിക്കും. ആദ്യം 5th ഷെഡ്യൂളാണ്. നിലവിൽ 10 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഷെഡ്യൂൾ ഇങ്ങനെയുള്ള സംസ്ഥാനം മുഴുവൻ വേണം നിർബന്ധമില്ല. ഈ ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ആ ഏരിയ അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയുടെ ഭരണത്തിനായിട്ട് നമ്മളൊരു ട്രൈബ്സ് അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കും. ആ കൗൺസിലിൽ ആ സംസ്ഥാനത്തെ ട്രൈബൽ MLA-മാരിൽ നിന്നും ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഓഫീസ് 3/4 ഷാൽ ബി 20 പേരുണ്ടാവും. ആ ട്രൈബൽ അഡ്വൈസറി കൗൺസിലിൽ 20 പേരുണ്ടാവും. അതിൽ 3/4 ആൾക്കാരും എവിടെ നിന്നുള്ളവരായിരിക്കും? ആ സംസ്ഥാനത്തെ ട്രൈബൽ MLA-മാരായിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഈ ട്രൈബ്സ് അഡ്വൈസറി കൗൺസിലായിരിക്കും പിന്നെ ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. Then ഈ Tribes Advisory Council provides advice pertaining to welfare and advancement of STs in those states. ഈ പ്രദേശങ്ങളിലെ ST വിഭാഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രൈബ്സ് അഡ്വൈസറി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ഇനി ദ ഗവർണർ സബ്ജക്ട് ടു അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഷാൽ മേക്ക് റെഗുലേഷൻസ് ഫോർ ദ അലോട്ട്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്സ് എമംഗ് മെമ്പേഴ്സ് ഓഫ് STs. ഗവർണർ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി അപ്രൂവലോടുകൂടിയും അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് STs വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. Then ഈ പ്രദേശങ്ങളിലുള്ള ഗവർണേഴ്സിന് ഷാൽ ഓൾസോ റെഗുലേറ്റ് ദ ബിസിനസ് ഓഫ് മണി ലെൻഡേഴ്സ് ഇൻ ഷെഡ്യൂൾ. അവിടുത്തെ മണി ലെൻഡേഴ്സിന്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഗവർണർ സാധിക്കും. Then the governor may direct that a particular act of parliament or state legislature shall not apply with modifications to such scheduled areas. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഒരു ഷെഡ്യൂൾഡ് ഏരിയ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ആ സംസ്ഥാന സർക്കാരോ കേന്ദ്ര ഗവൺമെന്റോ പാർലമെന്റോ പാസ്സാക്കുന്ന നിയമം വേണമെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവർണർക്ക് ഇടപെട്ട് ആ മേൽ പറഞ്ഞ നിയമം ഈ ഷെഡ്യൂൾഡ് ഏരിയയിൽ നടപ്പാക്കത്തില്ലെന്നോ ഇനി നടപ്പാക്കുവാണെങ്കിൽ സർട്ടൻ മോഡിഫിക്കേഷനോടുകൂടി ആയിരിക്കും നടപ്പാക്കുന്നത് എന്ന പ്രഖ്യാപനവും നടത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. പ്രിലിംസിന് ഇത് ഗവർണർ എന്ന് മാറ്റിയിട്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞു ചോദിക്കും. പ്രസിഡന്റ് അല്ല തീരുമാനിക്കുന്ന, ആ സംസ്ഥാനത്തെ ഗവർണറിനാണ് അധികാരമുള്ളത് എന്നുള്ള കാര്യം നോർമൽ മറക്കാതെ വെച്ചേക്കാം. ഇനി ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അധികാരമാണ് 6th ഷെഡ്യൂളിൽ കിട്ടാൻ പോകുന്നത്. 6th ഷെഡ്യൂളിൽ നമ്മൾ നിലവിൽ പറയുന്ന അത്തരത്തിൽ 4 സംസ്ഥാനങ്ങൾ ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം ഈ 4 സംസ്ഥാനങ്ങളിലായിട്ട് 10 ട്രൈബൽ ഏരിയാസിനെയാണ് നമ്മൾ 6th ഷെഡ്യൂളിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന ഏരിയാസിന് ഓട്ടോണമസ് പദവി കിട്ടും, ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ പദവി കിട്ടും. തൊട്ടും നമ്മൾ ട്രൈബ്സ് അഡ്വൈസറി കൗൺസിൽ ആയിരുന്നല്ലോ, ഇവിടെ ഓട്ടോണമസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കൗൺസിൽ പദവിയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിക്ട് കൗൺസിലിൽ 30 പേരുണ്ടാവും. അതിൽ നോട്ട് മോർ ദാൻ 4 members will be nominated by governor of the state and the rest are elected by people. ആ 30 പേരിൽ 4 പേര് ഗവർണറെ നോമിനേറ്റ് ചെയ്യും, ആ സംസ്ഥാനത്തിന് ഗവർണർ നോമിനേറ്റ് ചെയ്യും. ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ആരാ എലക്ട് ചെയ്യുന്ന? ആ പ്രദേശത്തെ ആ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഈ ADC അഥവാ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ ഒരുപാട് അധികാരം നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഭൂമിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അവിടുത്തെ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടിയെ കുറിച്ച് നിയമം ഉണ്ടാക്കാൻ, മാരേജ്, ഡിവോഴ്സ്, സോഷ്യൽ കസ്റ്റംസ് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുക്കുന്നത് ആരായിരിക്കും? ഈ ഓട്ടോണമസ് ഡെവലപ്മെന്റ് ഡിസ്ട്രിക്ട് കൗൺസിൽ ആയിരിക്കും, വിത്ത് അപ്രൂവൽ ഫ്രം ഗവർണർ. ആ സംസ്ഥാനത്തിന്റെ കറസ്പോണ്ടിങ് ഗവർണറുടെ അപ്രൂവൽ മേടിച്ചിട്ടായിരിക്കും ഇവരായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ഒരു പരിധി വരെ ഇതിനകത്ത് ഇടപെടാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ റോളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പവർ കിട്ടുന്നത് 6th ഷെഡ്യൂളിൽ വിടുന്ന ഏരിയാസിനാണ്. ഓക്കെ, ഓർത്തിരിക്കണം 5th-ഉം 6th-നും പ്രത്യേക പദവിയാണ്. പക്ഷെ കൂടുതൽ അധികാരം കിട്ടുന്ന ആർക്കാണ്? 6th ഷെഡ്യൂളിലെ ഏരിയാസിനാന്നുള്ള കാര്യം മറക്കാതെ ഒന്ന് വെച്ചേക്കാം.
അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇത്തിരി കൂടുതൽ അധികാരങ്ങൾ മീൻസ് ആ ലഡാക്കിലാണെങ്കിലും ആളുകൾ സ്പെസിഫിക് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ പ്രിവെയിൽ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഡൈലൂട്ടഡ് ആകാണ്ട് പിന്തുടരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർക്ക് പ്രത്യേകമായിട്ട് അധികാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തുന്നു എന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. ഓക്കെ, സോ ഇത്ര വരെ നമുക്ക് ആർട്ടിക്കിൾ വൈസ് പഠിക്കാനുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രിലിംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒരു 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ടും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്